എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ ഇന്നാണ് പോകുന്നത് സൊളൻറ്റി 2 എന്നാണിവിടെ എപ്പിസോഡ് 69. അപ്പോൾ പുതുവർഷം 2025ആയി. അപ്പോൾ ഇത് 2025 ആദ്യത്തെ വീഡിയോ ആണ്. നിങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ ഇത് രണ്ടാമത്തായിരിക്കും, കാരണം 31 പാതിരാത്രിക്കാണ് ഞാൻ വീഡിയോ ഇട്ട്. അത് മിക്കുള്ള ഒരു പിറ്റേന്നാണ് കണ്ടത്. ഓക്കെ, അപ്പോൾ എപ്പിസോഡിൻ്റെ ആദ്യം തന്നെ ശ്രക്ക് റിയോ റോയൽ അക്കാഡമി ആയിട്ടുള്ള ഫൈറ്റ്. റിയോ അക്കാഡമി ഓരോ സോൾ ടൂളൊക്കെ യൂസ് ചെയ്ത് വരുന്ന ശ്രക്കിലെ ക്യൂബ വാമ്പർ പാഗോഡിലെ പെണ്ണ് ഒരു സ്കില്ല് കൊടുത്തു. അവർ നേരെ ചെല്ലുന്നു. അതിലെല്ലാവരും വാങ്ക്യൂറിനെ അറ്റാക്ക് ചെയ്യുന്നത്. അവൾ നേരെ വരുന്നു. ഒരുത്തൻ ഒരു സോൾ ടൂൾ ഉപയോഗിക്കുന്നുണ്ട്. അത് ഒരെണ്ണം പോലെ ആണെങ്കിൽ അത് 9 എണ്ണമാണ്. അതിന്റെ പേരാണ് നയൻ ഗ്ലോറി. അതൊരു ഷീൽഡ്. അതേ സമയം അറ്റാക്ക് കൂടി വന്നു. അതിൽ വാങ്ക്യൂർ പിറകോട്ട് പോയി. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഷോക്കായിട്ടുണ്ട്. ബാക്കിയുള്ളവർ അവരുടെ ഒരൊന്നും വെച്ച് അറ്റാക്ക് ഒക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇൻവിസിബിൾ ഷീൽഡൊക്കെ ഉപയോഗിച്ച് അവോയ്ഡും ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ഹോങ്ജിൻ അവന്റെ സോൾ റിംഗ് റിലീസ് ചെയ്യുന്നത്. അത് 7 സോൾ റിംഗ് ആയിരുന്നു. അതായത് സോൾ സെയിന്റ് ലെവൽ. ആദ്യമായിട്ടാണ് സോൾ സെയിന്റ് ലെവലുള്ള ആളെ കാണിക്കുന്നത്. ഷൂയപ്പിൾ ഹിസ്റ്ററിയിലെ ടാങ്സിന് കുറച്ച് അല്ലാതെ 20 വയസ്സാകുന്നതിന് മുൻപ് സോൾ സെയിന്റ് ആയിട്ടില്ല. അതിലും മുടി വെച്ച് തടയാണ് ശ്രക്കില 2 പെൺപിള്ളേര്. അവരുടെ മാർഷൽ സോൾ ഫോം അതൊക്കെ വെച്ചാൽ ചെയ്യുന്നുണ്ട്. ഇതാണ് അവസരം എന്ന് ഷവമെന്ന് വാങ്ക്യൂറിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് അവൻ പോകുന്നുണ്ട്. വാങ്ക്യൂർ ഇല്ലെങ്കിൽ നിങ്ങളെല്ലാം വേറെ ഉറുമ്പാണ് എന്ന് പറഞ്ഞ അറ്റാക്ക് അത് ആ ഹെയർ വെച്ച് എതിർക്കുകയാണ്. ശ്രക്ക് മൊത്തത്തിലെ ട്രാപ്പായതുപോലെ ടാങ് സെറ്റ് ആയിട്ട് ഉള്ളതിൽ ആ ഫൈറ്റിൽ അവൻ പിന്മാറി. പിന്നെ ഒരു മാച്ച് മത്സരിച്ചിട്ടില്ല. ഇതിനു വേണ്ടി നിന്നു എന്ന് യൂസാൻ ഷി. ഷവമങ് വാങ്ക്യൂറിനെ അറ്റാക്ക് ചെയ്യാൻ പോവുകയാണ്. അവരെല്ലാം വാങ്ക്യൂറിനെ ഡിഫീറ്റ് ചെയ്യാനാണ് നോക്കുന്നത്. കാരണം അവർക്കറിയാം റിയോ റോയൽ അക്കാഡമി തോക്കുന്നെങ്കിൽ അതിനൊറ്റ കാരണം വാങ്ക്യൂർ മാത്രമാകുന്നു. എന്നാൽ അവളുടെ അറ്റാക്ക് പ്രെഡിക്റ്റ് ചെയ്ത് മാറി. അവൾ തന്നെ ഇൻവിസിബിൾ ഷീൽഡ് വെച്ച് തടഞ്ഞു. കാരണം അവളുടെ പൊസിഷൻ മാറിയല്ലോ. അതിനുശേഷം പിന്നെ ടാർഗറ്റ് ചെയ്ത് ഷവമെങ് ഐസ് റിഫ്ലക്ഷൻ എന്നൊരു സ്കില്ല് യൂസ് ചെയ്ത് ട്രാപ്പാക്കി. ഇപ്പോൾ വാങ്ക്യൂറിനെ പുറത്തു പോകാൻ പറ്റുന്നില്ല. ഈ സ്കില്ല് ഷവമെങ്ങിന് ഫാസ്റ്റ് ആയിട്ട് അറ്റാക്ക് ചെയ്യാൻ കഴിയും. അതുപോലെ ഐസ് അത് ബ്രേക്കൊക്കെ നോക്കിയാൽ പിന്നെ വരുവാണ്. അതൊരു പോർട്ടൽ പോലെ അവൾക്ക് എല്ലാത്തിൽ നിന്നും പുറത്തു വരാൻ കഴിയും. അതിന്റെ കൂടെ പുറത്തു നിന്നുള്ള അറ്റാക്കും അത് ബ്രേക്കൊക്കെ നോക്കുന്ന തന്നെ ഷവമെങ് ഫൈറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഫുള്ളായിട്ട് പറ്റുന്നില്ല. ഷിംഗ്ലിമെങ്ങിനോട് നിന്റെ ഗ്രാൻഡ് ചിൽഡ്രൻസ് വളരെ ഇംപ്രസീവ് ആയിട്ടുണ്ട്. ഷൂട്ട് ചെയ്യാനതിന് എനിക്ക് ആഗ്രഹം അവർ തന്നെ ഇത് തീർക്കുമെന്നാണ്. 10,000 വർഷമായിട്ടുള്ള സ്ട്രക്കിന്റെ ഗ്ലോറി. സുസുക്കിയും ഹുവാബിനും അവരുടെ ക്യാപ്റ്റനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പോകുന്നു. ആ 9 ഗ്ലോറി യൂസ് ചെയ്യുന്നവനെ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. എന്നാൽ അവ ഷീൽഡ് യൂസ് ചെയ്ത് വെച്ചേക്കാണ്. അതില്ലാതാക്കാൻ നോക്കുമ്പോൾ വേറെ അറ്റാക്ക്. അത് അവളുടെ അടുത്ത് വന്നെങ്കിൽ ഹുവാബിൻ തടഞ്ഞു. എന്നിട്ട് അവരുടെ മാർഷൽ സോൾ ഫ്യൂച്ചർ സ്കിൻ എടുക്കുകയാണ്. അവൻ നോക്കി എന്നാൽ കഴിഞ്ഞില്ല. റിയോ അക്കാഡമിയിൽ വരുത്താൻ ഔട്ട്. ഈ സമയത്ത് വാങ്ക്യൂർ ഷവമെങ്ങിന്റെ ഫൈറ്റ്. അവൾ ഓരോ സ്കില്ലെടുക്കുന്നു. അവളുടെ മാർഷൽ സോൾ ഐസ് കൂടാതെ പോയിസൺ കൂടിയാണ്. അതിന്റെ കൂടെ 9 ഗ്ലോറി കൂടി ഉപയോഗിക്കുന്നുണ്ട്. ഷോയ് മനസ്സിൽ ഷവമെങ്ങിന്റെ ഒരു അറ്റാക്കും അതുപോലെ ഹോങ്ജന്റെ അറ്റാക്കും കയറുമ്പോൾ മനസ്സിൽ വാങ്ക്യൂർ നീയാണ് ടീം സ്പിരിറ്റ്. സ്ട്രക്ക് നീ കാരണം തോൽക്കില്ല. ആ സമയം സ്ട്രക്ക് അവൻ ടൈം ഫ്രീസ് ആകുന്ന സ്കില്ല് യൂസ് ചെയ്ത് ആ അറ്റാക്ക് ഫ്രീസ് ആക്കി. എന്നിട്ട് ചെയിൻ വെച്ച് ലോക്കൊക്കെ മാറ്റി. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നു. ആ അറ്റാക്ക് മാറി. അപ്പോൾ തന്നെ വാങ്ക്യൂർ ഷവമെങ്ങിന്റെ സ്കില്ല് ബ്രേക്കാക്കി. അപ്പോണ്ട് അതിലൊരുത്തൻ വിയേർഡായിട്ടുള്ള ഒരു സോൾ ടൂള് അത് ബോഡിയിലേക്ക് കുത്തിയിറക്കി. വാങ്ക്യൂറിന് അവള് ഷവമെങ്ങിനെ കൊടുത്ത അറ്റാക്ക് വേറത്തെ വാങ്ങിച്ച് ഔട്ടായി. ആ ബോഡിയിലേക്ക് കയറ്റി. അപ്പോൾ അത് റിലീസ് ചെയ്ത് വാങ്ക്യൂറിന് നേരെ വന്ന അറ്റാക്ക് അത് ഹുവാബിൻ വാങ്ങിച്ച്. ലോകമുണ്ട് അവന്റെ ബോഡി പെട്ടെന്ന് മാറി. വയസ്സായതുപോലെ അവന്റെ മുഴുവൻ സോൾ പവർ യൂസ് ചെയ്തു. ഉപയോഗിച്ചതുകൊണ്ട് തന്നെ ആ സ്കില്ല് അതുകൊണ്ട് തന്നെ അവൻ വീണു. 2 പേര് ഔട്ടായി. വേറത്തെ അറ്റാക്ക് ചെയ്യാൻ വന്ന ഉള്ള കലിപ്പില് അവന് കൊടുത്തു. അതുപോലെ സുസുകിയും കൊടുത്തു. 4 പേര് അങ്ങനെ ഔട്ട്. 2 പേരെ മാത്രമേ ഇനി ഉള്ളൂ. ഷവമെങ് ഹോങ്ജിന് 6 പേരായിരുന്നല്ലോ തുടക്കം. അവർക്ക് ഇതാണ് അവസരം, വേറെ ആരെ പേടിക്കണ്ട എന്ന് പറഞ്ഞ അവന്റെ ലാവയും അവളുടെ ഐസും കൂടി ചേർത്ത് ഹോങ്ജിൻ എൻഹാൻസ്മെന്റ് എന്ന മാർഷൽ സോൾ ഫ്യൂഷൻ സ്കില്ല് ഉപയോഗിക്കണം. ഇതേ സ്കില്ലാണ് യുഹാബ വാങ്ക്ടോങ് തടഞ്ഞത്. എന്നാൽ അവരുടെ കൾട്ടിവേഷൻ ലെവൽ കൂടി. അതുകൊണ്ട് തന്നെ മുൻപത്തെ പോലെ അല്ല. ലാവ കടല് പോലെയൊക്കെ വരുന്നു. അത് അവർ എല്ലാവരും സോൾ പവർ കൊടുത്ത് വാങ്ക്യൂറിന് കൊടുത്തിട്ട് അവള് ലൈറ്റ് പോലെ ഷീൽഡ് വെച്ച് തടയുകയാണ്. എന്നാൽ ലാവ മാത്രമല്ലല്ലോ, ഐസോഡ് ഉണ്ടല്ലോ, അത് വെച്ച് ഫ്രീസ് ആക്കാൻ നോക്കുന്നുണ്ട്. എല്ലാവരും അങ്ങനെ വീക്കായി. നീ നമ്മുടെ കൈ കൊണ്ട് ചാകണ്ട, എങ്കിൽ ഗീവ് അപ്പ് ചെയ്യാനായിട്ട് പറയുമ്പോൾ അവള് ചെയ്യില്ല. സ്ട്രക്കിലെ കുറച്ച് പേർക്ക് നേരെ വന്ന അറ്റാക്ക് ഷാങ് അത് തടഞ്ഞു. അവര് പുറത്തായി. യുഹാവനോട് വാങ്ക്യൂർ തോൽക്കോ എന്ന് ചോദിക്കുമ്പോൾ അവള് വിശ്വസിക്കും. ഷവമെങ്ങും വാങ്ക്യൂറും തമ്മിൽ ഫൈറ്റ് തുടങ്ങി. അതൊരു വഴിക്ക് അവസാനം അവള് മാത്രമായി. സ്ട്രക്കില് ബാക്കിയുള്ളവരെല്ലാവരും പുറത്തായി. അവളോട് നീ ഗീവ് അപ്പ് ചെയ്യ് എന്ന് ഷവമെങ്. ഹോങ്ജ അവന്റെ ഒരു സ്കില്ല് വഴി അവൾക്ക് ചുറ്റുമായിട്ട് വന്ന് നിന്നിട്ട് ലാവ പോലെ വന്ന് നിന്നിട്ട് ബാൻ ചെയ്ത സോൾ ടൂൾ അത് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് കായിട്ട് പോകട്ടെ കലിപ്പായി. അവൾക്ക് ചുറ്റൊരു നിൽക്കുകയാണ്. ട്രാപ്പായി എന്ന് പറയാൻ ഷെങ്ങിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. റിയോ റോയൽ അക്കാഡമി ജയിച്ചെന്ന് വിചാരിക്കുമ്പോഴാണ് അവള് ഒരു വെപ്പൺ എടുക്കുന്നത്. പീക്കോക്ക് ഡാൻസ്.
അതൊരു ഹാർബറായിട്ട് അവൾക്ക് മാറി. ആ വന്നത് തടഞ്ഞു. കഴിഞ്ഞ ദിവസം യുഹാവ് അവളോട് നാളത്തെ മാച്ച് ലൈഫ് ആൻഡ് ഡെത്ത് ആണ്, അവർക്ക് ജയിക്കാൻ എന്ത് വേണമെങ്കിലും ചെയ്യും, അവൾക്ക് പീക്കോക്ക് ഡാൻസ് എന്ന സോൾ ഗൈഡിങ് ടൂൾ കൊടുത്തു. അവൾ വേണ്ടെന്ന് പറയുമ്പോൾ നീ എടുക്കുക, ഇത് ഉപയോഗിക്കേണ്ടി വരില്ല എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. യുഹാവനോട് മനസ്സിൽ നിന്നെ ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നു. പിന്നെ അവൾ നേരെ ഫൈറ്റ് ചെയ്യാനായിട്ട് ചെല്ലുകയാണ്. അതുകൊണ്ട് എല്ലാവരും ഷോക്ക്, കാരണം തോൽക്കുന്ന കരുതിയ മാച്ചാണല്ലോ. ഇപ്പോൾ അവൾക്കൊന്നും പറ്റില്ല. അതുമല്ല അവളുടെ സ്ട്രെങ്ത് വളരെയധികം കൂടിയതുപോലെ അവൾ വരുന്നു. ഒരു സ്കില്ല് ഇട്ട് നോക്കിയെന്നാൽ അതല്ല എതിർത്ത് രണ്ടുപേരെ ഒരുമിച്ച് അറ്റാച്ച് ചെയ്യണം. യുഹാവ് അപ്പോൾ പീക്കോക്ക് ഡാൻസ് ചെയ്ത് ടാങ്ക് സെറ്റിൽ ആൻസെസ്റ്ററായ ടാങ്ക്സ് ഉണ്ടാക്കിയ പീക്കോക്ക് പ്ലംസ് എന്ന ഹിഡൻ വെപ്പൺസ് അത് അവന്റെ രീതിയിൽ മാറ്റി ഒരു ആർമറായിട്ട് മാറ്റിയതാണ്. അത് വെച്ച് എക്സ്ട്രീം സ്ട്രോങ് ഡിഫൻസ് ആയിട്ട് മാറ്റാൻ കഴിഞ്ഞു. അതുപോലെ സ്ട്രെങ്ത് 30% കൂട്ടി, അതും 3 മിനിറ്റ് ഉപയോഗിക്കാൻ കഴിയും. ഈ സമയം അവരെ അടിച്ച് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലാക്കുകയാണ്. അവസാനം രണ്ടുപേരെയും അവള് സൈഡാക്കി. ഇത് ആരും തന്നെ എക്സ്പെക്ട് ചെയ്തില്ല, കാരണം റിയോ റോയൽ അക്കാഡമിയിലെ സ്റ്റോം വൈവറാണ് ആ മയങ്ങി കിടക്കുന്നത്. അപ്പോഴേക്ക് ടൈം കഴിഞ്ഞ് അവളുടെ ആർമർ ഡിസപ്പിയർ ആയി. അങ്ങനെ സ്ട്രക്ക് ജയിച്ചു. അവർക്ക് ടാങ്ക് സെറ്റുമായിട്ട് മാച്ച് ഇനി ചെയ്യേണ്ടി വരില്ല, ഡയറക്റ്റ് ഗ്രൂപ്പ് ഫൈനലിലേക്ക് കയറി. എനിക്ക് ഒരു മാച്ച് ഉണ്ടായിരുന്നില്ല സ്ട്രക്കും ടാങ്ക് സെറ്റ് ആയിട്ടുള്ള, അതിന് വേണ്ട. യുഹാവ് അപ്പോൾ പീക്കോക്ക് ഡാൻസ് അതിന്റെ ഉപയോഗം ചെയ്ത് അവളുടെ വിൽ പവർ വിചാരിച്ചാലധികമാണ്. അതുകൊണ്ട് തന്നെ ജയിക്കാൻ കഴിഞ്ഞു. കാരണം അങ്ങനെയാണല്ലോ കാണിച്ച് അവൻ മനസ്സിലെ സൺസെറ്റ് ഫോറസ്റ്റിൽ ചെയ്ത ഹെൽപ്പിന് പകരം ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പാങ്ഡോങ് കൊള്ളാടി ഹാസാന് സാറ്റിസ്ഫൈ ആയ മാച്ച് നീയും ഞാനുമായിട്ട് ഉണ്ടാക്കുമെന്ന് വിശ്വസിക്കുന്നു. ഷൂട്ടിയ മനസ്സിലെ ഒരു സോളംബറർ ലെവലുള്ള പെണ്ണ് സോൾസെന്റ് ആയവനെയൊക്കെ തോൽപ്പിച്ച് നാണക്കേട് തന്നെ. ഇവ ഇനി യൂസ്ഫുൾ ആണോ അതോ എന്ന് ആലോചിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ വാങ്ക്യൂറിനെ കുറിച്ച് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാനായിട്ട് പറയണം. അവളുടെ സ്ട്രെങ്ത് പ്രെഡിക്റ്റീവിന് അപ്പുറമാണ്, എന്തോ കുഴപ്പമുണ്ട് ഓക്കെ എന്ന് പറയണം. രാത്രി കൈട്ടു യുഹാവനോട് റിയോ റോയൽ അക്കാഡമി തോറ്റു, ഇനി ഷൂട്ടിയന്റെ ഭാഗത്തൊന്നും കുഴപ്പമുണ്ടാകാനും ചാൻസ് ഇല്ല എന്ന് പറയുമ്പോൾ യുഹാവ അത് അത്ര പെട്ടെന്ന് ഗീവ് അപ്പ് ചെയ്യുന്നവനല്ല എന്ന് സ്ട്രെങ്ത് ഹൈഡ് ചെയ്യണം എന്ന് ചോദിക്കുകയാണ്. അല്ല ടോപ്പിലേക്ക് കയറണോ, ടോപ്പ് 3ലേക്ക് എങ്കിൽ മാത്രമേ മറ്റു 2 ഹിഡൻ ഗ്രൂപ്പ്സിനെ അറിയാൻ കഴിയൂ. അവർ പോയി മറ്റേ റഫറിയോട് റെയർ മെറ്റൽസ് ഒപ്പിക്കുന്ന എന്തായെന്ന് ചോദിക്കുമ്പോൾ അത് അതോറിറ്റിയെ വളരെ സ്ട്രിക്റ്റ് ആക്കി എന്നൊക്കെ. അപ്പോൾ യുഹാവ എന്ത് ചെയ്യുന്നു നോക്കുമ്പോൾ പ്യുവർ ആയിട്ടുള്ള സോൾ പവർ അഥവാ റഫറിയുടെ ഉള്ളിലേക്ക് കയറി പെട്ടെന്ന് തന്നെ സോൾ പവർ ഇൻക്രീസ് ആകുന്നത് പോലെ. അതുകൊണ്ട് നെറ്റിപ്പോയി. പറഞ്ഞത് ചെയ്ത 5 സോൾഡറിൽ നിന്ന് 6ാമത്തേലോട്ട് ആക്കിയത്തരാം. അതിട്ട് അയാൾ അപ്പോൾ തന്നെ ഓക്കെ. അവന്റെ അൾട്ടിമേറ്റ് ആയി അതൊരു എലമെന്റൽ ആയതുകൊണ്ട് തന്നെ പ്യുവർ സോൾ പവർ കൂടിയാണ്. ഇന്നത്തെ റൂൾസ് ചോദിക്കുമ്പോൾ 10 മണിക്കൂർ കൊണ്ട് എത്ര വേണമെങ്കിലും സോൾ ഗൈഡിങ് ടൂൾസ് ഉണ്ടാക്കാം, ബെസ്റ്റ് ആയിട്ടുള്ളതും ഉണ്ടാക്കണം. മുൻപത്തെ പോലെ തന്നെയാണ് ചലഞ്ച്. ജയിച്ചാൽ കിട്ടുന്നത് 9 ലെവൽ സോൾ ഗൈഡിങ് ടൂൾ, അതായത് സോൾ ഗൈഡിങ്ങിലെ തന്നെ ടോപ്പ് ലെവൽ 96-98 അവരെ നോക്കിയാൽ മതി, അവരാണ് ചലഞ്ച്. അതിലൊരുത്ത 63ാമത് റാങ്കിലുള്ള ബ്ലഡ് ടെസ്റ്റ് ക്ലൗഡ് ഡീമൺ നൈഫ് അത് ഉപയോഗിക്കുന്നുണ്ട്. അത് ടോപ്പ് 100 നൈഫിലൊന്നാണ്. 59ാമത്തെ റാങ്കിലുള്ള ഗ്രീൻ ഡ്രാഗൺ നൈഫ് ടോപ്പ് 6 ആയവരെ പിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. 37-85 ആയ 5 ലെവൽ സോൾ ഗൈഡിങ് മാസ്റ്റേഴ്സ്, 66 നമ്പറുള്ള യുഹാവോ അൾട്ടിമേറ്റ് ഫ്ലെക്സിങ്, 88ാമത്തെ നമ്പറുള്ള കൈട്ടു 5-6 ലെവലാണ്. പിന്നെ 98-96 ഉള്ളവരെ കാണിക്കുന്നുണ്ട്. അവർ രണ്ടുപേരും 6 ലെവൽ സോൾ മാസ്റ്റേഴ്സ് ആണ്, സോൾ ഗൈഡിങ് മാസ്റ്റേഴ്സും. അത് കഴിഞ്ഞ് ചലഞ്ച് ചെയ്യേണ്ടത് നോക്കുന്നത് 37-96, 85-88, 66-98 ഇങ്ങനെയാണ് ഗ്രൂപ്പ്. ചലഞ്ച് ചെയ്യേണ്ടി വരുന്നത്. 98ാമത്തെ നമ്പർ യുഹാവനോട് എന്റെ എൻഗ്രാവിംഗ് നൈഫ് അത് ഉപയോഗിച്ച് നിന്നെ തോൽപ്പിക്കും. യുഹാവ അതിന് വേസ്റ്റ് ആയവരുടെ കയ്യിലാണല്ലോ ഇത് നൈഫ് ഉള്ളത്, കഷ്ടം തന്നെ. അത് അവന് കലിപ്പ്. എല്ലാവരും ബെറ്റ് വയ്ക്കാം, നിന്റെ എൻഗ്രാവിംഗ് നൈഫ് അതിന് പകരം എന്താണെന്ന് ചോദിക്കുമ്പോൾ അവന്റെ ലൈഫ് ഗാർഡിങ് നൈഫ് അതെടുത്ത് കാണിച്ചു. അതൊരു പവർഫുൾ ആയ ഒന്നാണെന്ന് 98 മനസ്സിലായി. അതുകൊണ്ട് തന്നെ അത് കിട്ടിയാൽ കൂടുതൽ ബെറ്ററാകും, ടോപ്പിലേക്ക് കയറാൻ കഴിയും എന്ന് മനസ്സിൽ വിചാരിച്ച ഡീല് ബെറ്റാപ്പോൾ തന്നെ ഡിസ്പ്ലേയിലും കാണിച്ച് ആ ഡ്രാഗൺ നൈഫാണ്, ഗ്രീൻ ഡ്രാഗൺ നൈഫ്. അപ്പോൾ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡ് ബാക്കി കാണാം. ഓക്കെ ബൈ.